ഇത് ചതിയല്ല, പകരം വീട്ടിലാണെന്നാ എനിക്ക് തോന്നുന്നത്. ആരുടെ കാര്യം താനീ പറയുന്നേ? ആരുടെ കാര്യമാണെന്നൊക്കെ ഞാൻ സമയമാകുമ്പോ പറയാം. ഈ മുറിന്ന് അച്ഛന് മരുന്നെടുത്ത് കൊടുക്കാൻ പോകുന്നത് വരെ തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനിടയ്ക്ക് ഇത് എന്തു പറ്റി? ഇപ്പൊ ഒന്നും പറ്റിയില്ല. ഇങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ പറ്റും. മിക്കവാറും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതിത്തിരി കൂടിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ സച്ചേട്ടാ. എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്റെ തല പെരുക്കുന്നു. എടോ, ഇങ്ങനെ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല. താൻ ഇത്ര നേരം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അതിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. താൻ പറഞ്ഞത് മുഴുവൻ നന്ദേട്ടന്റെ കാര്യം. എന്താ, ശരിയല്ലേ? ശരിയാണ്. നന്ദേന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. മരുന്നെടുത്ത് കൊടുക്കാൻ പോയപ്പോ അച്ഛൻ ചോദിച്ചു, ഞാൻ പോയിട്ട് നന്ദേട്ടനെ കണ്ടില്ലേന്ന്. കണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? എല്ലാം മനസ്സിലടക്കി ടെൻഷൻ അടിച്ച് നടക്കാനാണല്ലോ എന്റെ വിധി. ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. താൻ അന്വേഷിച്ച് ചെല്ലുമ്പോ നന്ദേട്ടൻ സന്ധ്യയുടെ കൂടെ ആയിരുന്നു അല്ലേ? ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ താൻ വിചാരിക്കുന്ന ഇപ്പോ? എടോ, തന്റെ മുഖത്തൊരു ചെറിയ മാറ്റം വന്നാൽ പോലും അതെനിക്ക് മനസ്സിലാവും. താൻ തിരിച്ചു വന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാതിരുന്നത് അന്നേരം അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നോണ്ടാ. ഇനി പറയ്, നന്ദേട്ടനെ സന്ധ്യയും താൻ എവിടെ വെച്ചാ കണ്ടേ? ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട്. അവിടെ അവർ രണ്ടുപേരും കൂടി സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേ ആഘോഷിക്കായിരുന്നു. ഇതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി. നന്ദേട്ടൻ അവന്തിയെടുത്ത് ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യും. എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഇന്നത്തെ ദിവസം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയത്. എനിക്കത് എങ്ങനെ അച്ഛനോട് പറയാൻ പറ്റും? അതോടെ അച്ഛന്റെ മാത്രമല്ല, ഈ കുടുംബത്തിന്റെ ആകെ സമാധാനം നഷ്ടപ്പെടും. നന്ദേട്ടൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ. മനസ്സുകൊണ്ട് എന്നെ ഉപേക്ഷിക്കാൻ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ പരസ്യമായി അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഡിവോഴ്സ് നടന്നില്ലെങ്കിലും അയാൾ സന്ധ്യയ്ക്കൊപ്പം ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാവരും അവളെ അംഗീകരിക്കും. ഒറ്റപ്പെട്ടു പോകുന്നത് ഞാൻ മാത്രമായിരിക്കും. ഈ വീട്ടിൽ നിന്ന് എനിക്ക് പടിയിറങ്ങേണ്ടി വരും. വേണമെങ്കിൽ ഇന്നത്തെ സംഭവത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സ്ഫോടനം തന്നെ എനിക്ക് സൃഷ്ടിക്കാം. പക്ഷേ അയാളോടുള്ള എൻ്റെ പെരുമാറ്റം ഞാനൊന്ന് മാറ്റിപ്പിടിക്കാൻ പോവാ. ഫുഡ് കഴിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ എടുത്തു വയ്ക്കാം. വേണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ഇവളെന്താ എന്നോട് വഴക്കിടാത്തത്? എന്നെ സന്ധ്യയും കൂടി ആ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടിട്ടും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്തെന്താ? ഇവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പാമ്പിനെ പോലെ പത്തി താഴ്ത്തിയിരിക്കുന്നത് അവസരം വരുമ്പോൾ വിഷം ചീറ്റാനായിരിക്കും. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനെ കുറിച്ചാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിക്കണം. എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് നാളെ സംസാരിക്കാം. ഇവളെന്താ ഇങ്ങനെ?
ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സംസാരിക്കണം പോലും. എന്ത് സംസാരിക്കാൻ? ഇനി ഒന്നും സംസാരിക്കാനില്ല. അവളുടെ കൂടെ ജീവിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളെ തീർക്കാൻ തന്നെ എന്റെ തീരുമാനം. ഒരു ഫാൻസി ഡ്രസ്സുകാരിയുടെ വേഷത്തിൽ ഒരു പർദ്ദ കേട്ടിട്ട് അവരെന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. പക്ഷേ ഒടുവിൽ അവർക്ക് മനസ്സിലായി കേട്ടോ. എന്ന് പറഞ്ഞാ ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. കാമുകിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റെസ്റ്റോറന്റിൽ ഭാര്യയുമായിട്ടൊരു കണ്ടുമുട്ടൽ. രണ്ടുപേരും എന്നെ കണ്ടപ്പോ നല്ലതുപോലെ ഞെട്ടി കേട്ടോ. എന്റെ സ്ഥാനത്ത് സന്ധ്യ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടം എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ തോറ്റുകൊടുത്ത് എനിക്ക് ശീലമില്ലല്ലോ. അയാളുടെ വെപ്പാട്ടിമാരുടെ എണ്ണം എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മരിക്കുന്നത് വരെ അയാളുടെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ മാത്രമേ ഉണ്ടാവൂ.